Good evening, guys. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി അതായത് ഒരു 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിൽ ഏകദേശം 15% ഔട്ട് ഓഫ് 80 15% ഓഫ് ദി മാർക്സ് ഇസ് ഫോർ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ. ഏകദേശം ഒരു 12 മാർക്കോളം വരും. ഏതാ? ട്രിഗണോമെട്രിയും ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രിയും, ഈ രണ്ട് ചാപ്റ്റേഴ്സ്. ട്രിഗണോമെട്രിയിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കുന്ന കുട്ടികളാണ് ഇപ്പോഴത്തെ തലമുറയിൽ കൂടുതലും. ഏത്? ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി. പക്ഷേ ഈ ചാപ്റ്റർ ഈസി ആവാൻ രണ്ട് കാര്യങ്ങൾ പഠിച്ചാൽ മതി. എന്താണ് രണ്ട് കാര്യങ്ങൾ? ഒരെണ്ണം ആംഗിൾ ഓഫ് എലിവേഷനും രണ്ടാമത്തെ ആംഗിൾ ഓഫ് ഡിപ്രഷനും. അപ്പോൾ ഈ സിനിമയിൽ ആക്ട് ചെയ്യുന്ന രണ്ടുപേരാണ്, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ഓക്കെ, ഈ ആൺകുട്ടി എവിടെ നിൽക്കണേ? ഹീസ് ഓൺ ദി ഗ്രൗണ്ട് അല്ലേ? ആൺകുട്ടി എവിടെയാണ്? ഗ്രൗണ്ടിലാണ്. ഗ്രൗണ്ട് ആയിക്കൊണ്ട് ഞാൻ പച്ച കളർ യൂസ് ചെയ്യുന്നു. ഓക്കെ, the boy is looking at the girl. The boy is standing on the ground while the girl is at an elevated platform. താഴെയിരിക്കുന്ന ആൺകുട്ടി മുകളിലിരിക്കുന്ന പെൺകുട്ടിനെ നോക്കുന്നു അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ബേസിക്കലി the boy is taken as the observer അല്ലേ? the boy is taken as the observer. ആൺകുട്ടികളല്ലേ ആദ്യം നോക്കുക. the girl is taken as what? the object. ഓക്കെ, ദ ഗേൾ ഈസ് ടേക്കൺ ആസ് ദി ഒബ്ജക്റ്റ്. ഈ ആൺകുട്ടിയും ഈ പെൺകുട്ടിയും നോക്കണ ആ റൂട്ട് അല്ലേ? ഫ്രം ദി പോയിന്റ് ഓഫ് ഹിസ് ഹൈസ് ടു ദി പോയിന്റ് ഓൺ ദി ഗേൾ, ഫ്രം ദി പോയിന്റ് ഓൺ ഹിസ് ഹൈസ് അറ്റ് ദി പോയിന്റ് ടു ദി ഗേൾ, ദാറ്റ് ഡിസ്റ്റൻസ് വി കോൾ ഇറ്റ് ആസ് വാട്ട്? ദാറ്റ് ഡിസ്റ്റൻസ് വി കോൾ ഇറ്റ് ആസ് ലൈൻ ഓഫ് സൈറ്റ്. എന്താ വിളിക്കുക? ലൈൻ ഓഫ് സൈറ്റ്. ഇനി ഞാൻ ഇങ്ങനെ നിൽക്കുന്നു, പെൺകുട്ടി അവിടെ നിൽക്കുന്നു, എൻ്റെ കണ്ണിന്ന് ആ പെൺകുട്ടിയെ നോക്കി. ഇനി എൻ്റെ കണ്ണ് നേരെയുള്ള റൂട്ടിനെ വിളിക്കുന്ന പേരാണ് വി കോൾ ഇറ്റ് ആസ് വാട്ട്? ഹൊറിസോണ്ടൽ. വി കോൾ ഇറ്റ് ആസ് ഹൊറിസോണ്ടൽ. നൗ ഇൻ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി ഓർ wherever the angle between line of sight and the horizontal we take it as what? എന്താ നമ്മൾ വിളിക്കുക? നമ്മൾ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് എലിവേഷൻ. അല്ലെങ്കിൽ ട്രിഗണോമെട്രി നമ്മൾ പഠിച്ചു എന്താണ്? ആംഗിൾ ഓഫ് എലിവേഷൻ വിളിക്കുന്ന പേരാണ്. അല്ലെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ട്രിഗണോമെട്രി എന്താ പഠിച്ചത്? വി കോൾ ഇറ്റ് ആസ് തീറ്റ. This is called as angle of elevation. അപ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തന്നെ ചെയ്യും. ആംഗിൾ ഓഫ് എലിവേഷൻ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കണ്ടേ? ഏതാണ് ഒബ്ജക്റ്റ്, ഏതാണ് ഒബ്സർവർ? ഓൾവേസ് കീപ് ഇൻ യുവർ മൈൻഡ് ദി ഒബ്സർവർ ഈസ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ദി ഒബ്ജക്റ്റ് ഈസ് അറ്റ് എൻ ഹയർ ഓർ അറ്റ് എൻ എലിവേറ്റഡ് പോയിന്റ്. ഓക്കെ, സോ ബോർഡ് എക്സാമിന് 12 മാർക്ക് വരുന്നതിൽ ഏകദേശം ഒരു 6 മാർക്കോളം ഈ ചാപ്റ്ററിന് വരും. ഇനി തീറ്റ ഇത് ട്രയാങ്കിൾ ആയിട്ട് എടുക്കുക. ഐ ടേക്ക് ദിസ് ആസ് ട്രയാങ്കിൾ. അപ്പോൾ വാട്ട് ടു ഡു? ഐ ക്യാൻ ടേക്ക് ദിസ് ആസ് വാട്ട്? ഈ ഒരു പോയിന്റ് ഞാൻ എ എടുത്തു, ഈ ഒരു പോയിന്റ് ഞാൻ ബി എടുത്തു, ഈ ഒരു പോയിന്റ് ഞാൻ സി എടുത്തു. സോ വാട്ട് ക്യാൻ ഐ ടേക്ക്? ടാൻ തീറ്റ. ടാൻ തീറ്റ ഫോർമുല എന്താ? വാട്ട് ഈസ് ടാൻ തീറ്റ ഫോർമുല? എക്സാക്ട്ലി, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റയുടെ opposite side divided by what? We take it as adjacent side. Theta in this case is angle of elevation. Angle of elevation in the theta opposite in the BC. So opposite side of theta is BC divided by what? Theta adjacent side in the AC. So നമ്മൾ tan theta ആണ് കൂടുതലും applications of trigonometry കൂടുതലും റെഫറൻസ് ആയിട്ട് എടുക്കുക. ഓക്കെ, യെസ്.